ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ്റെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഏറെ സ്നേഹപൂർവ്വം ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. പ്രത്യാശ നിർഭരമായ പുതുവർഷം ആശംസിക്കുന്നു. വിഖ്യാത ആത്മീയ പ്രഭാഷകനായിരുന്ന ഫുൾട്ടൻ ജെഷീൻ പറഞ്ഞു വയ്ക്കുകയുണ്ടായി, ഈശോ ജനിച്ചത് ജീവിക്കാനായിരുന്നില്ല, ജീവിപ്പിക്കാനായിരുന്നു. ഈശോ ജനിച്ചത് ജീവിക്കാനായിരുന്നില്ല, ജീവിപ്പിക്കാനായിരുന്നു. കർത്താവ് പുൽക്കൂട്ടിൽ പറഞ്ഞത് ജീവിതം അങ്ങ് ആസ്വദിച്ച് സുഖങ്ങളെല്ലാം സ്വന്തമാക്കി സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാനായിരുന്നില്ല, മറിച്ച് അനേകരുടെ ജീവിതങ്ങളെ പ്രത്യാശ നിർഭരമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അനേകരെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, യഥാർത്ഥമായ ജീവനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ക്രിസ്മസ് പ്രിയപ്പെട്ടതായിട്ട് മാറുന്നത്. ഈ ക്രിസ്മസിൽ ഉണ്ണി പിറന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവനാണ് അവിടെ പിറന്നു വീണത്. നമ്മൾ പാപത്തിൽ മൃതരായിരുന്നു, പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. എന്നാൽ അവിടുന്ന് വന്ന രക്ഷയുടെ സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മളെ ഓരോരുത്തരെയും തൻ്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് നമ്മളെ സ്വന്തമാക്കി, നമ്മളെ സ്വതന്ത്രരാക്കി, നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ജീവൻ പകർന്നു തന്നു. അതുതന്നെയാവണം നമ്മുടെയും ക്രിസ്മസിൻ്റെ സന്ദേശം. നമ്മളൊക്കെ ജനിച്ചത് നമുക്ക് വേണ്ടി ജീവിക്കാനല്ല, അനേകരെ ജീവിപ്പിക്കാനാണ്. ആ ഒരു ചിന്തയാണ് കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ ക്ഷമിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പങ്കുവയ്ക്കാനും എല്ലാം നമ്മളെ നിർബന്ധിക്കേണ്ടത്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കും തോറും നമുക്ക് അസ്വസ്ഥതകളാണ്, നമുക്ക് അസംതൃപ്തിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കും തോറും എനിക്കൊന്നിലും ഒരു തൃപ്തിയില്ല. കാരണം പോരാ എന്നുള്ളൊരു ചിന്തയാണ്. അതേസമയം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സംതൃപ്തി കിട്ടുകയാണ്. എനിക്ക് അത്രയെങ്കിലും നൽകാൻ സാധിച്ചല്ലോ. അപ്പോൾ ജീവിപ്പിക്കുന്നതിലാണ് മനുഷ്യൻ സന്തോഷം കണ്ടെത്തേണ്ടത്. ക്രിസ്മസിൻ്റെ ഏറ്റവും മനോഹരമായ ചിന്തയും അതാണ്. അവിടുന്ന് പിറന്നത് പുൽക്കൂട്ടിലാണ്, കാലിത്തൊഴുത്തിലാണ്. പക്ഷേ അവിടുന്ന് അനേകരെ തൻ്റെ ജീവിതം കൊണ്ട് പ്രകാശിപ്പിച്ചു, ജീവിതങ്ങളെ പ്രത്യാശയാൽ നിറച്ചു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ പ്രത്യാശയാൽ നിറയപ്പെടുവാൻ ഈ ക്രിസ്മസ് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.